CPM വയനാട് ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി ബ്രഹ്മഗിരി പൊതുനന്മയ്ക്ക് തുടങ്ങിയ പ്രസ്ഥാനം പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയെന്ന് പ്രതിനിധികൾ. പാർട്ടി അനുഭാവികളായ നിരവധി പേർ നേരിട്ട് സമ്മേളന വേദിയിലെത്തി മുതിർന്ന നേതാക്കളെ കണ്ട് പരാതി പറഞ്ഞു. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, വിവരങ്ങൾ. അതിൽ തീർച്ചയായും CPM സംബന്ധിച്ച് വയനാട് ജില്ലയിൽ CPM എല്ലാ പാർട്ടി സമ്മേളനങ്ങളും ഒരു 1.5 പതിറ്റാണ്ടായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി വരികയാണ്. ബ്രഹ്മഗിരി സൊസൈറ്റി അത് ഒരു മാംസ സംസ്കരണ ഫാക്ടറി ആയിരുന്നു സഹകരണ മേഖലയിൽ. ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനം അത് പാർട്ടിയെ മൊത്തം പ്രതിസന്ധിയിലും ആക്ഷേപത്തിലുമാക്കുന്ന തരത്തിലായി മാറി എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നത്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ബ്രഹ്മഗിരി പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിക്ഷേപകരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. പാർട്ടി അനുഭാവികളായ നിരവധി പേരും അല്ലെങ്കിൽ പാർട്ടി അനുഭാവമുള്ള അല്ലെങ്കിൽ പൊതു മണ്ഡലത്തിലുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു അതിൽ നിക്ഷേപകരായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തകർച്ച വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഇത്തരം ആളുകൾക്കുള്ളിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാർട്ടിയെ ദോഷകരമായി പൊതുസമൂഹത്തിൽ ദോഷകരമായി ബാധിച്ചു എന്ന ചർച്ച ദീർഘനാളായി തുടങ്ങിയിട്ട് എല്ലാ തരത്തിലും എല്ലാ പാർട്ടി ഏരിയ ലോക്കൽ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട്. അത് വീണ്ടും ഈ ജില്ലാ സമ്മേളനത്തിലും പാർട്ടി നേതാക്കൾക്ക് ഒരു തരത്തിൽ മറുപടി പറയാൻ തരത്തിൽ തലവേദനയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം നേരിട്ട് നിരവധി പേർ ഈ മുതിർന്ന സംസ്ഥാന നേതാക്കളെ കണ്ട് പാർട്ടി അനുഭാവികളായ നിരവധി പേർ നേതാക്കളെ കണ്ട് ഈ ആക്ഷേപം ഉന്നയിച്ചു. ഇത് എങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് അവരും വളരെ പൊടുന്നനെ ഇത് പരിഹരിക്കാം എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. പൊതുവെ ജില്ലയിൽ വലിയ തരത്തിലുള്ള വിഭാഗീയതയില്ലാത്ത സംസ്ഥാനത്തിൽ വിഭാഗീയതയില്ലാത്ത ഒരു ജില്ല എന്നാണ്. രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.